ഹലോ. അതിരാവിലെ 8:30 കേട്ടോ. നല്ല മഞ്ഞ് മൂടി നല്ല ഫോഗ് അടിച്ച് കിടക്കുകയാണ്. വാഗമണ്ണ് പോവുകയാണ് ഈ മഴയത്ത്. ഓഫീസിൽ ട്രിപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർ എറണാകുളത്തു നിന്ന് വാഗമണ്ണ് വരുന്നുണ്ട്. അപ്പം എനിക്ക് ഇവിടുന്ന് എളുപ്പമാണ്, ഞാൻ എറണാകുളം വരെ പോയില്ല. ഞാൻ വാഗമണ്ണിലേക്ക് ഇവിടുന്ന് 2 മണിക്കൂർ അടുത്തുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇവിടുന്ന് വാഗമണ്ണിലോട്ട് പോകാനായിട്ട് ഔട്ട്ഫിറ്റ് അവിടെ ചെന്നിട്ട് കണ്ടതുണ്ട്. നല്ല മഞ്ഞാണ്. ഞാനും ഇങ്ങോട്ട് വാ. ഞാനും ആദ്യം കൂടിയാണ് പോകുന്നത്. നല്ല മഴ, രാവിലെ നല്ല മഴയായിരുന്നു. ഇപ്പം നല്ല നല്ല ഫോഗ് അടിച്ച് കിടക്കുകയാണ്. കാണിച്ചു തരാം കേട്ടോ വീടിൻ്റെ മുൻവശം എങ്ങനെ കിടക്കുന്നതെന്ന്. ഇത് കണ്ടില്ലേ, ഫുൾ മഞ്ഞാണ്. കാടിന് അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഞാനും ആദ്യം കൂടി വാഗമണ്ണ് വരെ പോകണം. ബസ്സിന് വേണം പോകാനായിട്ട്. 7:40 ഡയറക്റ്റ് വാഗമണ്ണ് ബസ് ഉണ്ടെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ അവരവിടെ നിന്ന് 7:40 ആയപ്പോഴാണ് ഇറങ്ങിയത്. അപ്പോൾ എറണാകുളത്ത് നിന്ന് വാഗമണ്ണ് വരെ എത്തുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 11 to 12 അടുത്താവും. അപ്പം ഇവിടുന്ന് ഞാൻ ആ ടൈമിൽ പോയിട്ട് വെറുതെ പോസ്റ്റ് ആവണ്ടല്ലോ എന്ന് കരുതി ഇപ്പോൾ ഒരു 8:30 കഴിഞ്ഞ് 8:40 ആവുന്നു. അപ്പം ആ ഒരു ടൈം നോക്കിയിട്ട് ഞാൻ ഇറങ്ങിയതാണ്. ഏലപ്പാറ ബസ്സിൽ പോയിട്ട് അവിടുന്ന് വേണം വാഗമണ്ണ് വേറെ ബസ്സിൽ കയറി പോകാനായിട്ട്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ അത്രയും ദൂരം ഒറ്റയ്ക്ക്, മീൻസ് എറണാകുളം ഡയറക്റ്റ് ത്രൂ ബസ് അങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് വാഗമണ്ണിലോട്ട് ഫസ്റ്റ് ടൈമാണ് എലോൺ. ഒരു ധൈര്യത്തിന് ആദ്യം കൂട്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ട് കാണാം കേട്ടോ. ഇതാണ് ഔട്ട്ഫിറ്റ്. ജാക്കറ്റ് ഞാൻ നല്ല തണുപ്പായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എടുത്തിട്ടിരിക്കുകയാണ്. ബസ്സിൽ കയറിയിട്ട് ചെവിയൊക്കെ മുഴണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് എനിക്ക് പിന്നെ ബസ്സിൽ ട്രാവൽ ചെയ്യാൻ ഒട്ടും പറ്റില്ല. വൊമിറ്റിങ് നന്നായിട്ട് ഒരു 15 മിനിറ്റ് ഇരുന്നാൽ മതി. എനിക്ക് നന്നായിട്ട് വൊമിറ്റിങ് ടെൻഡൻസി വരും. രാവിലെ ഞാൻ ഒന്നും കഴിച്ചില്ല, വെള്ളം പോലും കുടിച്ചിട്ടില്ല. അപ്പം ഗുളിക കഴിച്ചാലും വൊമിറ്റ് ചെയ്യും. അതുകൊണ്ട് ഞാനിപ്പം റിസ്ക് എടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. നല്ല വിശക്കുന്നുണ്ട്. അപ്പം ഇതുണ്ടല്ല, നല്ല ഫോഗ് മൂടി കിടക്കുകയാണ്. എൻ്റെ ഫ്രണ്ട് കാണിച്ചു തരാവേ. ഇത് കണ്ടില്ലേ, നല്ല ഫോഗ് അടിച്ച് കിടക്കുകയാണ്. ഡിസംബർ മാസം ഇതുണ്ടല്ലേ, ഫുൾ ഇങ്ങനെ കോട ഇങ്ങനെ വന്നിട്ട് നല്ല രസമില്ലേ കാണാനായിട്ട്. രാവിലെ 8:30 കഴിഞ്ഞു. എന്നിട്ടും രാവിലെ 5 മണിക്ക് 6:30 ഒന്നുമേ കാണത്തില്ലായിരുന്നു. ഇപ്പോഴാണ് കുറച്ചെങ്കിലും കണ്ടു തുടങ്ങിയത്. അപ്പോഴേക്കും ഞങ്ങളിപ്പോഴത്തേക്കും വെട്ടം വീണ് കുറച്ച് ഇതായപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി. ഞാൻ ആദ്യയുടെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാവേ. ആദ്യം ഇങ്ങ് വന്നേ. ഇതാണ് ആദ്യയുടെ ഔട്ട്ഫിറ്റ്. ബ്ലാക്ക് ഷർട്ടും ജീൻസും ആൻഡ് ഷൂ ആണ്. ഇങ്ങോട്ട് നോക്ക്, തണുപ്പായതുകൊണ്ട് ഞങ്ങൾ സ്വെറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ? നോക്ക്, ഹായ് പറ എല്ലാവരോടും. വേറെ എവിടെ പോകുന്നേ? എവിടെ പോകുന്നേ? മറന്നുപോയോ? നമ്മളെവിടെ പോകുന്നേ? വാഗമണ്ണോ? ടൂർ പോവല്ലേ? ഇവിടുന്ന് 1.5 മണിക്കൂർ എടുത്തിട്ടേ ഉള്ളൂ. ഞാനാണെങ്കിൽ സെൽഫി സ്റ്റിക്കൊന്നും എടുക്കാൻ മറന്നുപോയി. ബാഗിൽ വെള്ളം എടുത്തു. പിന്നെ ആദ്യക്ക് ജാക്കറ്റ് അവിടെ ചെന്ന് കഴിഞ്ഞ് വെയിലെങ്ങാനും വന്നു കഴിഞ്ഞാൽ ഊരി കഴിഞ്ഞാൽ വയ്ക്കാനുള്ള സ്പേസ് കുറച്ചിട്ടിട്ട് ബാക്കി അങ്ങനെ സ്നാക്സ് പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, വെള്ളം, കുട, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് ബാഗ് ഫില്ലായി. ഞാൻ സെൽഫി സ്റ്റിക്കിൻ്റെ കാര്യം മറന്നുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും. ഹലോ. ഞാൻ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ബസ് സ്റ്റാൻഡിലേക്ക്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ്സ്, പയ്യെ നടക്കുകയാണെങ്കിൽ 15 മിനിറ്റ്സ്
അത്യാവശ്യം സ്പീഡ് നടക്കാൻ 10 മിനിറ്റ്സ് പോലും വേണ്ട, എത്താറായിട്ടുണ്ട്. അപ്പോൾ ബസ്സിൽ ഞങ്ങൾ ഇരിക്കുകയാണ്. അച്ഛൻ ഞങ്ങൾ ബസ്സൊക്കെ കയറ്റി. ഇനി ബസ്സിൽ ഡ്രൈവർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്, കറക്റ്റായിട്ട് പറഞ്ഞ് കറക്റ്റ് സ്ഥലത്ത് ഇറക്കണം എന്നൊക്കെ പറയാനായിട്ട്. എനിക്ക് ഭയങ്കര തലവേദനയാണോ എന്താണെന്നറിയില്ല, വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട്. ബസ്സിൽ കയറുന്നതിനെക്കാട്ട് മുന്നേ വോമിറ്റിംഗ് ടെൻഡൻസി തുടങ്ങിയതാണ്. ഇനി എന്തായിത്തീരുന്നൊന്നും അറിയില്ല, നോക്കാം. മിക്കവാറും വോമിറ്റ് ചെയ്യാൻ ഉള്ള ചാൻസ് ഇത് കാണുന്നുണ്ട്. യാത്ര തുടങ്ങി. എനിക്ക് സംസാരിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഓവർടേക്ക് നന്നായിട്ടുള്ളതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല. ജസ്റ്റ് ഉണ്ടാക്കിയിരിക്കാമെന്ന് വിചാരിച്ച് ഹെഡേക്കായി ടൈം ഏകദേശം ഒരു 10:30 ആയിട്ടുണ്ട്. ഞാൻ ഏലപ്പാറയിൽ എത്തി. അവിടെ വന്നിട്ട് പിന്നെ ജീപ്പ് കിട്ടി. ഇപ്പം എപ്പോഴും അടുത്തിട്ട് ബസ്സില്ല വാഗമണിലേക്ക്. ഇനി ഒരു 11:15 അടുത്തെപ്പോൾ അതിലേക്ക് ബസ്സുണ്ട്. അപ്പം ജീപ്പ് എപ്പോഴും അടുപ്പിച്ചിട്ടുണ്ട്. ഒരാൾക്ക് 50 രൂപയാണ് ജീപ്പിൽ റേറ്റ്. ബസ്സിൽ ഞാൻ കയറിയിട്ട് ഫുൾ ടയേർഡായി. എനിക്ക് വളവും തിരുമ്പും ഹിൽ സ്റ്റേഷനാണ്. അപ്പം കയറി കഴിഞ്ഞിട്ട് ഇങ്ങനെ വളവും തിരുമ്പ് വരുമ്പോഴത്തേക്ക് ഞാൻ ഒമ്പറ്റ് ചെയ്തു. എൻ്റെ കണ്ണൊക്കെ കണ്ടപ്പോഴേക്കും ഫുൾ ടയേർഡായിട്ടിരിക്കുകയാണ്.
വാഗമൺ എത്തിയിട്ടുണ്ട്. ഞങ്ങളിപ്പം ഓഫീസിലെ കൊളീഗ്സിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാണ്. അവർ എറണാകുളത്തു നിന്നാണ് വരുന്നത്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഒരു 10-15 മിനിറ്റായിട്ട് ഞാൻ പോസ്റ്റാണ്, അവരിതുവരെ എത്തിയിട്ടില്ല. ആദ്യം ടയേർഡായിട്ടാ ജീപ്പിൽ ഇരിക്കുന്നു. ഞാൻ ഈ ജീപ്പ് സഫാരി ജംഗ്ഷൻ്റെ അവിടെ ഇങ്ങനെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഈരാറ്റുപേട്ട റോഡുണ്ട് ശരിക്കുള്ളത്. അതൊരു അവർ ലൊക്കേഷനൊക്കെ വാട്സപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാനും ആദ്യം തനിച്ചുള്ളൂ. കുറേ ഇഷ്ടം പോലെ ആളുകളുണ്ട്. നിറച്ചും എന്താണ് തിരക്കാണ് റോഡിൽ, ഫുള്ള് ട്രാഫിക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നല്ല വെയിലുണ്ട് ഭാഗ്യത്തിന്. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു നമ്മുടെ കുമളിയിലോട്ടൊക്കെ 2 ദിവസമായിട്ട്. പോസ്റ്റാണ് 11 മണി തൊട്ട് ഇപ്പോൾ 12:30 ആകാൻ പോകുന്നത്. അവരിപ്പോൾ എത്തി എന്ന് പറഞ്ഞൊരു ലൈവ് ലൊക്കേഷനൊക്കെ അയച്ചു തന്നു. എനിക്ക് തോന്നുന്നു അവിടെ അങ്ങനെ ബ്ലോക്ക് ആയിരിക്കും, ഇല്ലെങ്കിൽ സൈഡ് സീൻ കാണാൻ എവിടെയെങ്കിലുമൊക്കെ നിർത്തിയിട്ടുണ്ടാവും. ഞാനിവിടെ കട്ട പോസ്റ്റ് ഇട്ട് ഒരു വെയിലൊക്കെ ഇങ്ങനെ ജീപ്പിൽ ആദ്യമേ കയറ്റിയിരുത്തി. ഇവിടെ കിടന്ന ആറിയോ ജീപ്പാണ്, അതിലാദ്യമേ കയറ്റിയിരുത്തിയിട്ട് ഞാൻ അതിൻ്റെ സൈഡിൽ ഇടയ്ക്ക് ഇപ്പോൾ കാറ്റൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ടയേർഡായി, രാവിലോട്ടൊന്നും കഴിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ട്. അങ്ങനെ നീണ്ട കാത്തിരിപ്പുകൾക്ക് ശേഷം ബസ് വന്നു. അപ്പം ഞങ്ങൾ അതിൽ കയറി മൊട്ടക്കുന്നിലോട്ട് പോവാണ്. ആദ്യം ഇങ്ങോട്ട് അപ്പം ഞങ്ങളങ്ങനെ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഒരു അരമണിക്കൂറിന് മേലെ വണ്ടിയിൽ പോസ്റ്റായി. നല്ല കട്ട ബ്ലോക്കാണ്, വണ്ടി അനങ്ങുന്ന കൂടി ഉണ്ടായില്ല. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് 4 മണിക്ക് മുന്നേ ചെന്നില്ലെങ്കിൽ അവിടെ പ്രവേശനമില്ലെന്നൊക്കെ പറയുന്നത് ഒരു ഇത് കേട്ടതുകൊണ്ട് ഞങ്ങൾ പിന്നെ ബസ്സിലിരുന്ന് ടൈം കളഞ്ഞില്ല, അങ്ങ് നടന്ന് പൈൻവാലിലെത്തി. നല്ല ബ്ലോക്കും നല്ല തിരക്കുമായിരുന്നു. സെക്കൻഡ് സാറ്റർഡേ 4th സാറ്റർഡേ മാക്സിമം വാഗമണ്ണിൽ പോവാണ്ടിരിക്കുക. അത് മറ്റൊന്നും കൊണ്ടല്ല, നല്ല തിരക്കുള്ള ടൈമാണ് സെക്കൻഡ് സാറ്റർഡേ 4th സാറ്റർഡേ ഒക്കെ നമ്മൾ വാഗമണ്ണിൽ പോയാൽ. ഒന്നാമത്തെ കാര്യം അവിടുത്തെ റോഡ് വളരെ ചെറുതാണ്. അപ്പം വലിയ ബസ്സുകളും ടൂറിസ്റ്റ് ബസ്സുകളും എല്ലാവരും കാറൊക്കെ എടുത്തിട്ട് എൻഡിങ് ഡേയ്സൊക്കെ ആഘോഷമാക്കാനായിട്ട് വരുമ്പോൾ നല്ല ബ്ലോക്കാണ്. അപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ടൊക്കെ പോകുമ്പോഴത്തേക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല തിരക്കാണ്. ആ ടൈമിൽ ചൂട് കൂടുതലുള്ള ടൈമായിരുന്നു. സാധാരണ ഞങ്ങൾ ഇതിന് മുന്നേയൊക്കെ പോയപ്പോൾ നല്ല കോടയൊക്കെ കയറി നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് ഓർക്കാപ്പുറത്ത് മഴയൊക്കെ പെയ്യുമ്പം അത് പ്രത്യേക ഒരു വൈബായിരുന്നു. ഇത്തവണ പോയപ്പോൾ നല്ല ചൂടായിരുന്നു, നമുക്ക് ചൂട് സഹിക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കണക്കിന് നല്ല തിരക്കും ഉന്തും തള്ളും തിരക്കൊക്കെ ആയിരുന്നു. പിന്നെ ഇഷ്ടംമാതിരി കടകളുണ്ട്. നമ്മുടെ ഹോം മെയ്ഡ് ചോക്ലേറ്റും ടോയ്സും അങ്ങനെ അത്യാവശ്യം കുട്ടികൾക്ക് വേണ്ട ഐറ്റംസൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ കടയിലും ഓരോ റേറ്റാണ്. നമ്മളിങ്ങനെ പറഞ്ഞ് വില കുറച്ചൊക്കെ വാങ്ങിക്കണം. അങ്ങനെ ഞങ്ങൾ തെക്കും തിരക്കിനും ഇടയിൽ കൂടി തന്നെ പൈൻവാലിൽ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഒരാൾക്ക് 5 രൂപയോ 10 രൂപയോ മറ്റാണ് ഇതിനുള്ളിൽ പ്രവേശിക്കാനുള്ള എൻട്രൻസ് ഫീസ്. ഞങ്ങൾ ബൾക്കായിട്ട് ഓഫീസിലെല്ലാവരുമായിട്ട് ഒരു ഇതിൽ ടിക്കറ്റ് എടുത്തുകൊണ്ട് കറക്റ്റായിട്ട് റേറ്റ് ഓർക്കുന്നില്ല. അതിനുള്ളിൽ ടൈൽസൊക്കെ ഇപ്പോൾ പാകിയിട്ടുണ്ട്. ഇതിന് മുന്നേ ഒരു 1 ഇയർ മുന്നേ ടൈൽസൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. കുറേ ആളുകളുണ്ടായിരുന്നു. അപ്പം നമുക്ക് മുകളിലോട്ടൊന്നും കയറാനുള്ള ആ ഒരു ഗ്യാപ്പൊന്നും കിട്ടിയില്ല, നിറയെ ആളുകളായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ ടൈലിട്ട വഴി കൂടി തന്നെ ഞങ്ങൾ കുറച്ചുകൂടി അങ്ങ് കുറേ നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറേ ഫോട്ടോസ് എടുത്ത് വീഡിയോസ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നാളുകൾക്ക് ശേഷം എല്ലാവരും മീറ്റ് ചെയ്യുന്നതാണ്. അപ്പം കുറേ സംസാരിച്ചു, കുറേ കളിച്ച് തിരിച്ച് നടന്നു. കോവിഡിന് ശേഷം ഞങ്ങൾ എല്ലാവരും തന്നെ ഇപ്പോഴാണ് മീറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നു. ഞാൻ കോവിഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് വർക്ക് ഫ്രം ഹോം മെത്തേഡാണ് ചൂസ് ചെയ്തിരുന്നത്. അത് പിന്നെ ഞാൻ കൊച്ചിയിൽ പോയിട്ടുമില്ല, ആരെയും കണ്ടിട്ടുമില്ല. എല്ലാം സ്കൈപ്പും അങ്ങനെ
ആയിട്ടുള്ള ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ അല്ലാണ്ട് ആരുമായിട്ട് ഒരു കോണ്ടാക്റ്റ് ഉണ്ടായില്ല. എല്ലാവരും ഇപ്പോഴാണ് കാണുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫോട്ടോ എടുക്കുന്നതിലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ സ്റ്റോറീസൊക്കെ ഷെയർ ചെയ്യുന്നതൊക്കെ തിരക്കിലായിരുന്നു. വെയിൽ കാരണം എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നുണ്ടായില്ല. അത് എനിക്ക് നന്നായിട്ട് ടയേർഡായിപ്പോയി. ഞാനും കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സും ആദ്യമൊക്കെ നന്നായിട്ട് ടയേർഡായി. പിന്നെ ഭക്ഷണം കഴിക്കുന്ന വീഡിയോസ് ഒന്നും അതുകൊണ്ട് തന്നെ എടുക്കാൻ പറ്റില്ല. എറണാകുളത്ത് നിന്ന് അവർ ഓൾറെഡി ബിരിയാണിയൊക്കെ എല്ലാം ഭക്ഷണമൊക്കെ സെറ്റാക്കിയിട്ടാണ് കൊണ്ടുവന്നിരുന്നത്. ഞങ്ങൾ പൈൻ വാലിയിൽ നിന്ന് ഇറങ്ങി നമ്മുടെ പാർക്കിംഗ് ഏരിയയിൽ നമ്മുടെ വണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ പോയി ഇരിക്കാനൊക്കെ അവിടെ മൈതാനം പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ വന്ന് വണ്ടിയിൽ കയറി ഇരുന്നിട്ടാണ് എടുത്തതെനിക്ക് നന്നായിട്ട് സംസാരിക്കാനോ ഒന്നും പറ്റിയില്ല. നല്ല വെയിലായിരുന്നു. എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നൊരു ചിന്തയായിപ്പോയി. ഞങ്ങളത് ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 3 മണി 4 മണിയൊക്കെ അടുത്തായിട്ടുണ്ട്. ഇനി ഞങ്ങൾ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് പോകുന്നതിൻ്റെ ഒരു തിരക്കിലാണ്. പോകുന്ന വഴിയിലൊക്കെ ആണെങ്കിൽ കട്ട ബ്ലോക്ക് കാരണം നമുക്ക് ഒരു രക്ഷയുണ്ടായില്ല. വണ്ടി നിർത്തിയും ഇറങ്ങിയും നീങ്ങിയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. കുറേ നേരം ടൈം അങ്ങനെ പോയി. അങ്ങനെ ഒരു വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ആ ഒരു ഏരിയയിലെത്തിയത്. നല്ല തിരക്കാണ്. മാക്സിമം സെക്കൻഡ് സാറ്റർഡേ സൺഡേസ് ഒന്നും നമ്മുടെ വീക്ക് എൻഡിങ് ഡേയ്സിലൊന്നും മാക്സിമം വാഗമണ്ണോട്ട് നിങ്ങൾ വളരെ ദൂരത്തു നിന്നൊക്കെ ട്രാവൽ ചെയ്ത് വരുന്നവരാണെങ്കിൽ പോകാണ്ടിരിക്കുക. വീക്ക് ഡേയ്സിൽ വരിക. വീക്ക് ഡേയ്സിൽ അവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞത് തിരക്കേ ഇല്ലെന്നാണ്. അപ്പം വീക്ക് എൻഡിങ് ഡേയ്സിലാണ്, പ്രത്യേകിച്ച് സെക്കൻഡ് സാറ്റർഡേ ഫോർത്ത് സാറ്റർഡേ ആ ഒരു ടൈമിൽ ഒക്കെ അവിടെ നല്ല തിരക്കായിരിക്കും. നമ്മുടെ വീക്ക് ഡേയ്സിലൊക്കെ പോവുകയാണെങ്കിൽ മൺഡേ ട്യൂസ്ഡേ ആ ഒരു ടൈമൊക്കെ പോവുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത് എല്ലാ പ്ലേസും നമുക്ക് റിലാക്സ് ചെയ്തിട്ട് പീസ്ഫുള്ളായിട്ട് കാണാനൊക്കെ പറ്റും. പിന്നെ ഈ തിരക്കുള്ള ടൈമിൽ പോകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം അവിടെ റോഡും ആ ഏരിയയൊക്കെ ഒരു ഹിൽ സ്റ്റേഷൻ ഏരിയ ആ ഒരു ഇതായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഫെസിലിറ്റീസ് ഒന്നും അധികമില്ല. ചെറിയ ചെറിയ ഹോം മെയ്ഡ് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ചെറിയ ഷോപ്പുകളേ ഉള്ളൂ. അല്ലാണ്ട് ഹോട്ടൽസൊക്കെ ആണെങ്കിലും ഭക്ഷണം കഴിക്കാനുള്ള ഏരിയസൊക്കെ ആണെങ്കിലും വളരെ ചെറുതായിരിക്കും. നമ്മളൊരു ഭയങ്കര എന്താ പറയുക,
ഒരു നമ്മൾ ഭയങ്കര പ്രതീക്ഷിച്ച് പോകരുത്. നമുക്ക് ചിലപ്പം നല്ല ഭക്ഷണം കിട്ടണമെന്നില്ല. അപ്പം നമുക്ക് കൊണ്ടുപോകേണ്ട ഭക്ഷണമൊക്കെയാണ് കയ്യിൽ കരുതുക, സ്നാക്സ് കാര്യങ്ങളൊക്കെ. പിന്നെ തിരക്കുള്ള ദിവസങ്ങളിൽ ഹോട്ടലുകളിലേക്ക് കയറാൻ തന്നെ ഭയങ്കര പാടാണ്. നല്ല ഉന്തും തിരക്കും തള്ളും ഒക്കെയാണ്. നമ്മൾ കുറേ നേരം ക്യൂ ഒക്കെ നിന്നിട്ടാണ് ഭക്ഷണമൊക്കെ വാങ്ങിക്കേണ്ടി വരിക. അതുകൊണ്ട് ഫസ്റ്റ് ടൈം ഞങ്ങൾക്ക് ഓഫീസ് ട്രിപ്പ് വാഗമണ്ണ് തന്നെയായിരുന്നു. ആ ടൈമിൽ ഞങ്ങളിങ്ങനെ പോയപ്പോൾ ഞങ്ങൾക്കൊരു ഇങ്ങനൊരു ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ എന്തായാലും കൊച്ചിയിൽ നിന്ന് തന്നെ ഭക്ഷണമൊക്കെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ടൈം കുറേ ലാഭമുണ്ടായി. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഈ ഒരു ടൈമാണ് ഓഫീസുകളിൽ നിന്ന് വരുന്നവരും സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുവരുന്നവരൊക്കെ വാഗമണ്ണാണ് ചൂസ് ചെയ്യാറ്. ഇപ്പം ഗ്ലാസ് ബ്രിഡ്ജ് വന്നതുകൊണ്ട് തന്നെ കുറേ അധികം ആളുകൾ നമ്മുടെ കേരളത്തിന് പുറത്തു നിന്നുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കുറേ അധികം ആളുകൾ ഗ്ലാസ് ബ്രിഡ്ജ് കാണാനായിട്ട് വരുന്നുണ്ട്. അതിൽ പകുതി മുക്കാൽ പേര് നിരാശയോടെയാണ് മടങ്ങുന്നത്. കാരണം അറ്റ് എ ടൈം 20-25 അടുത്ത ആളുകളെ ഇതിനുള്ളിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളതിൽ നേരത്തെ ഓൺലൈൻ ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചിട്ട് വരുവാണെങ്കിൽ അത്രയും നന്നായിരിക്കും. ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഓൾറെഡി ഓൺലൈൻ ടിക്കറ്റ് ഒന്നും എടുത്തിട്ടുണ്ടായില്ല. അവിടെ ചെന്നിട്ട് എടുക്കാമെന്നുള്ളൊരു ഇതിലായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ സാധിച്ചില്ല. കാരണം ഓൾറെഡി അവിടെ എത്തിയപ്പോഴേക്കും 5 o'clock കഴിഞ്ഞിരുന്നു. പിന്നെ ആ 5 o'clock ആയപ്പോഴും അവിടെ ഒരു 100-200 പേരിലധികം ഓൾറെഡി ഓൺലൈൻ വഴി ടിക്കറ്റ് എടുത്തവരും നേരത്തെ വന്ന് ഉച്ച തൊട്ടേ നിൽക്കുന്നവരും ക്യൂ ആണ്. അപ്പം നമുക്ക് അത് കഴിഞ്ഞിട്ട് ടിക്കറ്റ് കിട്ടിയില്ല. നല്ല ടയേർഡായി. ഞങ്ങളിപ്പം അഡ്വഞ്ചർ പാർക്ക് വാഗമണ്ണ് വന്നിരിക്കുകയാണ്. ഞാനും ആദ്യമുണ്ട്. പിന്നെ എല്ലാവരും മുന്നോട്ട് പോയി. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് 4 o'clock നമ്മുടെ കുമളിക്ക് ലാസ്റ്റ് ബസ് വാഗമണ്ണിലേക്ക്. അപ്പം അതിൻ്റെ കാര്യം സംസാരിച്ച് ഇവിടുന്ന് ഇറങ്ങിയിട്ട് പെട്ടെന്ന് എന്നെ ഒരു ഡ്രോപ്പ് ചെയ്യും ജീപ്പ് സ്റ്റാൻഡിലേക്ക്. അതെ, വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആണ് വാഗമണ്ണെന്ന് പറയുന്നത്. വളരെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല തണുത്ത കാറ്റും, പ്രത്യേകിച്ച് ഈ അഡ്വഞ്ചർ പാർക്കിൻ്റെ ഏരിയയൊക്കെ അവിടെയാണ് ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉള്ള ഏരിയ. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. അങ്ങോട്ട് നല്ല തിരക്കാണ്. ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് ഒരാൾക്ക് 250 രൂപ എന്തോ ആണെന്ന് തോന്നുന്നു ഫീസ്, എൻട്രൻസ് ഫീസ്. പക്ഷേ അറ്റ് എ ടൈം 20-25 അടുത്ത ആളുകളെ കയറ്റി വിടുകയുള്ളൂ. നമ്മൾ ഓൾറെഡി മുൻകൂട്ടി ഓൺലൈൻ വഴി ബുക്ക് ചെയ്തെങ്കിൽ മാത്രമേ അതിനുള്ളിൽ കയറാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ അവിടെ വന്നിട്ട് ബുക്ക് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ടിക്കറ്റ് അവൈലബിലിറ്റി ആളുകളുടെ എണ്ണം അനുസരിച്ച് കുറവായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ കയറാനോ ആ പരിസരത്ത് പോലും പോകാൻ പറ്റില്ല, അവർ അലോ ചെയ്യില്ല. അപ്പം ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ആ ഏരിയയിലൊക്കെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് നിന്നു. കാരണം എല്ലാവരും തന്നെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് വാഗമണ്ണിൽ വന്നിരിക്കുന്നത്. ഓൾറെഡി എല്ലാവരും വർക്ക് ഫ്രം ഹോമാണ്. അപ്പം അവിടുന്ന് ഇവൻ ആദ്യം കൂടി വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന് തന്നെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ടാണ്. ആ കാണുന്നതാണ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ്. അതിൽ അറ്റ് എ ടൈം 20-25 അടുത്ത ആളുകളെ കയറ്റത്തുള്ളൂ. നിങ്ങൾക്ക് താഴോട്ട് നോക്കിയാൽ അറിയാം കുറേ ആളുകൾ ഇതിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ്. അതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. കുറേ ആളുകൾ ഇങ്ങനെ വരിയായിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അറ്റ് എ ടൈം ഇത് ഇത്രയും ആളുകളൊക്കെ കയറ്റി വിടുള്ളൂ. അതിന് അപ്പുറത്ത് കുറേ ആളുകളിങ്ങനെ വെയിറ്റിംഗ് ലിസ്റ്റിലും പിന്നെ ടിക്കറ്റ് എടുത്തിട്ട് കയറാനൊക്കെ ആയിട്ട് വെയിറ്റിംഗ് നിൽക്കുകയാണ്. നമ്മുടെ പാർക്കിംഗ് ഏരിയയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം നല്ല ബ്ലോക്കും തിരക്കൊക്കെയാണ്. ഫുൾ വെഹിക്കിൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ പറ്റാത്തവരൊക്കെ കൂടുതലും അഡ്വഞ്ചർ പാർക്കിലൊക്കെ പോയി കുറേ ടൈമൊക്കെ അങ്ങനെ സ്പെൻഡാക്കുന്നുണ്ട്. ഞങ്ങൾ കുറേ നേരം ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ആ ഒരു ഫേസ് നോക്കിയിട്ട് കുറേ നേരം നിന്നു. എല്ലാവർക്കും കയറണം തന്നെയായിരുന്നു. പിന്നെ നെക്സ്റ്റ് ടൈം എപ്പോഴെങ്കിലും ട്രൈ ചെയ്യാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്നിട്ട് അഡ്വഞ്ചർ പാർക്കിൻ്റെ ആ ഏരിയയിലോട്ട് പയ്യെ മൂവ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു.
ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. ആ ഏരിയയൊക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നല്ല രസമില്ല, നല്ല നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് നല്ല തണുത്ത കാറ്റും ഫോഗൊക്കെ പയ്യെ പയ്യെ ഇറങ്ങി വരുന്നുണ്ട്. നല്ല രസമായിരുന്നു. ഒരു 5 to 5:30 ആ ഒരു ടൈമാണിത്. നല്ല രസമില്ല, നല്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയും റീൽസൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി ഏരിയ ആണ്. ഇത് അഡ്വഞ്ചർ പാർക്കിൻ്റെ ആ ഒരു ഏരിയ ആണ്. അപ്പോൾ ഇനി ഞങ്ങൾ അങ്ങോട്ടേക്ക് പതിയെ മൂവ് ചെയ്യണം. പിന്നെ വീട്ടിലെപ്പോൾ എത്തുമെന്ന് എനിക്കറിയില്ല. എനിക്കാണെങ്കിൽ ബസ്സിൻ്റെ ടൈം കഴിഞ്ഞും പോയി, ഇവിടുന്ന് പോകാനും തോന്നുന്നില്ല. ആ ഒരു സ്ഥിതിയായിരുന്നു. എന്തായാലും എല്ലാം കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങാമെന്നും കരുതി രണ്ടും കൽപ്പിച്ച് ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് പോകാമെന്നൊന്നും കരുതിയില്ല. ഫുള്ള് ഞങ്ങളെല്ലാം അവിടുന്ന് അവരിറങ്ങുന്ന ടൈമിൽ തന്നെ ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ ആദ്യം ഞാനും നല്ല വഴക്കായിരുന്നു. അവനാണെങ്കിൽ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കിയിട്ടേ ഇരുന്നു. പിന്നെ ഞാൻ അതും ഇതൊക്കെ പറഞ്ഞ് കയറാം, നമുക്ക് പിന്നെ വരാം, ഇനി നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് രശ്മിനെയും അമ്മൂനെയൊക്കെ വിളിച്ചിട്ട് പയ്യെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പയ്യെ സോപ്പൊക്കെ ഇട്ട് നിർത്തി ആളെ ഒന്ന് കൂളാക്കി. പക്ഷേ ആൾക്കൊരു ഇതും ഉണ്ടായില്ല. അവിടെ കിടന്ന് വണ്ടി എടുത്ത് തന്നെ വഴക്കായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു കോഫിയൊക്കെ കുടിച്ച് പയ്യെ അവിടെ പിന്നെ കുറേ ഈ ഐസ്ക്രീം പാർലറും അത് കണക്ക് തന്നെ കോഫി ഷോപ്പും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് കുറേ പിന്നെ ഞങ്ങളിങ്ങനെ നടന്ന് ദൂരത്ത് പോകുമ്പോൾ അവിടെ എന്തോ ആകാശത്ത് പറന്ന് നടക്കുന്നു. അപ്പം അതെന്താന്ന് നോക്കാമെന്ന് കരുതി അവിടെ പോയി. നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ അഡ്വഞ്ചർ പാർക്കിലെ ആക്ടിവിറ്റീസൊക്കെ. ഇവിടുത്തെ വെഹിക്കിളിൻ്റെ കാർ പാർക്കിങ്ങിലെ തിരക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. നല്ല ഹ്യൂജായിട്ടുള്ള ആളുകളാണ് ഇവിടെ. നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു ഏരിയ ആണെങ്കിലും വളരെ അടിപൊളിയാണ്. നമുക്ക് ഈ സിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ, നമ്മുടെ 360 സൈക്കിൾ അതൊക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കാണെങ്കിൽ പക്ക അടിപൊളി പ്ലേസാണ് വാഗമൺ എന്ന് പറയുന്നത്. പിന്നെ ഇത് കൂടാതെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് ഇത്രയും തിരക്കായതുകൊണ്ട് ഞങ്ങൾ ഓൾറെഡി ടയേർഡും ആയതുകൊണ്ട് ഞങ്ങൾ ഇതിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഇങ്ങനെ നടന്ന് എന്തൊക്കെ ഉണ്ടെന്നൊക്കെ കണ്ട് ഇങ്ങനെയൊക്കെ നിന്നു. അത് കഴിഞ്ഞിട്ട് പയ്യെ ഞങ്ങൾ തിരികെ പോരുമായിരുന്നു. കാരണം നല്ല തിരക്കാണ്. നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് ആ തിരക്ക് എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാവുകയില്ല. പക്ഷേ നമ്മൾ ഓൾറെഡി ആ പൈൻ വാലിയിൽ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡയറക്റ്റ് ഫസ്റ്റിലെ പൈൻ വാലിയിൽ പോയി. അപ്പോൾ അവിടെ ആ നല്ല വെയിലത്ത് അവിടെ കുറേ ടൈം ബ്ലോക്കിൽ കിടന്നും അങ്ങനെ കുറേ ടൈം പോയി. ആ ഒരു ടൈമിൽ നമുക്ക് ഡയറക്റ്റ് ഗ്ലാസ് ബ്രിഡ്ജിൽ ഫസ്റ്റ് വന്നിട്ട് പിന്നെ സെക്കൻഡായിട്ട് പൈൻ വാലി നമുക്ക് ഓപ്ഷൻ വെച്ചാൽ മതിയായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പം ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ സാധിച്ചാണ്. പക്ഷേ അങ്ങനെ കുറേ ടൈം പോയതുകൊണ്ട് ഞങ്ങൾക്ക് അതിന് സാധിച്ചില്ല. പിന്നെ വെയിലും കൊണ്ട് കുറേ നടന്നു. അങ്ങനെ ബിരിയാണിയും കൂടെ അകത്താക്കിയത് കൊണ്ട് എല്ലാവർക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. എല്ലാവരും ഓൾമോസ്റ്റ് ടയേർഡായി. പിന്നെ ഈ സിപ്പ് ലൈനും 360 സൈക്കിളൊക്കെ കണ്ടപ്പോൾ തന്നെ ഞങ്ങളുടെ കിളി പോയി. കാരണം കണ്ടപ്പോൾ തന്നെ നല്ല പേടിയായിപ്പോയി. അങ്ങനെ ഞങ്ങൾ കുറേ നേരം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിയൊക്കെ വെച്ച് കുറേ സംസാരിച്ച് കുറേ ടൈം അങ്ങനെ പോയി. പിന്നെ വീഡിയോ ഒന്നും അധികം എനിക്ക് എടുക്കാനും പറ്റില്ല. കാരണം ബാറ്ററി ലോ ആയിരുന്നു. പവർ ബാങ്കും അത് കണക്ക് തന്നെ സെൽഫി സ്റ്റിക്കൊന്നും ഞാൻ എടുത്തിട്ടും ഉണ്ടായില്ല. പിന്നെ കുറേ ടയേർഡാകുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ എനിക്ക് കുറേ ഭാഗങ്ങളൊന്നും ഈ തിക്കും തിരക്കും കാരണം ഒന്നും വീഡിയോ ഒന്നും എനിക്ക് പ്രോപ്പറായിട്ട് എടുക്കാനും പറ്റിയില്ല. അപ്പം അതിൻ്റെ കുറേ പാളിച്ചകളുണ്ട്. പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് ഈ വീഡിയോസ് എൻ്റെ വോയിസ് കൊടുത്തിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്കും ഞാൻ കുറേ നേരം ഇങ്ങനെ ട്രൈ ചെയ്യും. കുറഞ്ഞില്ലെങ്കിൽ ആദ്യം അവിടെ ഇവിടെയൊക്കെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അതും അല്ലെങ്കിൽ ജോലി അവിടെ ചുമ്മാ കിടന്ന് കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സൗണ്ട് നിങ്ങൾക്ക് ഈ സംസാരത്തിനിടയിൽ കേൾക്കാം. അപ്പോൾ പിന്നെ എല്ലാവർക്കും വാഗമൺ വീഡിയോസൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ഉള്ള ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ കാണാമെന്നൊക്കെ കരുതിയിട്ടാണ് പോയത്. പക്ഷേ അതിൽ കയറി അത് എക്സ്പീരിയൻസ് ചെയ്യാനൊന്നും സാധിച്ചില്ല. അതിൻ്റെ ഒരു സങ്കടമുണ്ട്. പക്ഷേ എന്നാലും സാരമില്ല. ഞങ്ങൾ സിസ്റ്റേഴ്സ് എല്ലാവരുമായിട്ട് ഒരു ദിവസം വാഗമണ്ണ് വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് ഗ്ലാസ് ബ്രിഡ്ജൊക്കെ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിക്കുന്നു. പെർ ഹെഡ് 250 എന്തോ ആണ് അതിൽ കയറാനുള്ള ഫീസ്. അല്ലാണ്ട് നമ്മളൊരു ഗൈഡ് അറിയാവുന്ന ഒരാളെയും കൊണ്ട് പോവുകയാണെങ്കിൽ എന്തുകൊണ്ട് നല്ലതായിരിക്കും. നമ്മൾ ഫസ്റ്റ് ടൈം ഒറ്റയ്ക്കൊക്കെ പോകുന്നെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ അവിടെയുള്ള ലോക്കൽസൊക്കെ നമ്മുടെ നിന്ന് എക്സ്ട്രാ ചാർജും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കും. ജീപ്പ് സഫാരി അങ്ങനെ കുറേയൊക്കെ ഉണ്ടല്ലോ. അപ്പം അറിയാവുന്ന ഒരാളെ കൊണ്ട് നമ്മൾ സ്വന്തം വണ്ടിയിലൊക്കെ വരുവാണെങ്കിൽ നമുക്ക്
ഒക്കെ അടിച്ച് പൊളിച്ചിട്ട് എല്ലാ സ്ഥലവും കണ്ടു കേട്ട് വരാമെന്നാണ്. നമ്മുടെ കുമളിയിൽ നിന്ന് ഒരു നമ്മൾ ഓൺ വെഹിക്കിളിനൊക്കെ വരുവാണെങ്കിൽ ഷോർട്ട് കട്ടൊക്കെ ഉണ്ട്. അപ്പോൾ 1 മണിക്കൂർ 1.25 മതിയായിരിക്കും. 1.5 മണിക്കൂറിനുള്ളിലൊക്കെ നമുക്ക് വാഗമണ്ണെത്തി ടോട്ടലി എക്സ്പീരിയൻസ് ചെയ്യാം. ഈ നല്ല വെയിലിനൊക്കെയും കൂടുതൽ എനിക്കിഷ്ടം കുറച്ച് കോടയൊക്കെ വന്ന് കയറി ആ ഒരു അറ്റ്മോസ്ഫിയറാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. ഒരു 6:15 ആയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ സ്റ്റോപ്പിൽ വന്ന് നിൽക്കുകയാണ്. അവർ ഞങ്ങളെ തിരിച്ച് കയറ്റിയെടുത്ത് തന്നെ ഇറക്കി. ബസ് ഇതിൽ വരുമെന്ന് പറഞ്ഞു 6:20 കഴിയുമ്പോഴേക്കും. അപ്പം ബസ്സിന് വേണ്ടിയിട്ട് ഞാനും ആദ്യം തൊപ്പിയൊക്കെ വാങ്ങിയിട്ടോ. നല്ല വെയിലായിരുന്നു. പിന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നു. ഫോണിൽ ചാർജ് കുറവായിരുന്നു. പിന്നെ ബസ്സിൽ ബാഗൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ പോയത്. ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ കയറണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇന്ന് ഭയങ്കര തിരക്കായതുകൊണ്ട് നമുക്കതൊന്നും സാധിച്ചില്ല. പിന്നെ പോയി പൈൻ വാലിയിൽ പോയിട്ട് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയൊക്കെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടൊക്കെ തിരിച്ച് കാരണം അവർ റിട്ടേൺ എറണാകുളത്തിന് പോയി. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. നന്നായിട്ട് തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. ഇപ്പോൾ തലയിൽ സ്കാർഫൊക്കെ ഇട്ട് ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഞാൻ വീഡിയോ എവിടെയും കൂടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഫുൾ ടയർഡായി. ഫോണിൽ ചാർജ് ഒട്ടും തന്നെ ഇല്ല. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സീ. പിന്നെ ശരിക്കും വീഡിയോ ഒന്നും പ്രോപ്പറായിട്ട് എടുക്കാൻ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ നല്ല വെയിലുമായിരുന്നു. അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സീ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക.